പത്മഭൂഷൺ നേടിയ നമ്പിനാരായണനെ വിമർശിച്ച ടി.പി. സെൻകുമാറിനെതിരെ ശക്തമായ വിമർശനവുമായി കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനം. ഒരു മലയാളിക്ക് അംഗീകാരം കിട്ടുമ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടതെന്നും പാരവയ്ക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സെൻകുമാർ ബി.ജെ.പി. അംഗമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കണ്ണന്താനം. ഏതു മലയാളിക്ക് അംഗീകാരം ലഭിച്ചാലും എല്ലാ മലയാളികളും ഒരുമിച്ച് ആഘോഷിക്കുകയാണ് വേണ്ടത്. എന്നാൽ എന്തു നല്ല കാര്യം ലഭിച്ചാലും അതിന് പാരവയ്ക്കാൻ മുൻപിലുണ്ടാവുന്നതും മലയാളി തന്നെയാണ്. അതൊരു DNA പ്രശ്നമാണ്. സെൻകുമാർ ബി.ജെ.പിയിൽ അംഗമല്ല. അദ്ദേഹത്തിന് എന്തും പറയാനുള്ള അവകാശമുണ്ടെന്നും കണ്ണന്താനം പറഞ്ഞു. ലോക ചരിത്രത്തിൽ ഒരു സർക്കാരിനും ചെയ്യാനാവാത്ത കാര്യങ്ങളാണ് 4 വർഷം കൊണ്ട് മോദി സർക്കാർ ചെയ്തിരിക്കുന്നതെന്നും കണ്ണന്താനം അവകാശപ്പെട്ടു. 4 വർഷം കൊണ്ട് 1.5 കോടി ശൗചാലയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു രാജ്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. 30 കോടി പേർക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയും ആ അക്കൗണ്ടുകളിലേക്ക് 5.4 ലക്ഷം കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തെന്നും കണ്ണന്താനം പറഞ്ഞു. ഇന്നലെയാണ് സെൻകുമാർ നമ്പിനാരായണനെതിരെ രംഗത്തെത്തിയത്. രൂക്ഷമായ ഭാഷയിലാണ് നമ്പിനാരായണനെതിരെ സെൻകുമാർ ആഞ്ഞടിച്ചത്. ആ മഹാൻ ISROയ്ക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തവരും നൽകിയവരും പറയണമെന്നും സെൻകുമാർ ആവശ്യപ്പെട്ടു. 1994-ൽ സ്വയം വിരമിക്കലിന് കത്തുകൊടുത്ത ആ മഹാൻ ഭാരതത്തിനും ശാസ്ത്രത്തിനും എന്ത് സംഭാവന ചെയ്തു എന്ന് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. ISROയിൽ 4000 പേരുണ്ട്. അവരോട് ആരോട് ചോദിച്ചാലും നമ്പിനാരായണനെ കുറിച്ച് മോശം അഭിപ്രായമായിരിക്കും. യാതൊരു സംഭാവനയും അദ്ദേഹം ISROയ്ക്ക് വേണ്ടി നൽകിയിട്ടില്ലെന്നും സെൻകുമാർ ആരോപിച്ചു. ചാരക്കേസ് ശരിയായി അന്വേഷിച്ചിട്ടില്ല. ISRO കേസ് എന്തുകൊണ്ട് ശരിയായി അന്വേഷിച്ചില്ലെന്ന് കൃത്യമായി അറിയാം. 24 കൊല്ലം മുൻപുള്ള CBIയെ കുറിച്ച് അന്വേഷിച്ചാൽ മതി. ശരാശരിക്ക് താഴെയുള്ള സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ചു പോയ ശാസ്ത്രജ്ഞനാണ് നമ്പിനാരായണൻ. ISRO കേസിൽ സുപ്രീം കോടതി നിയോഗിച്ച സമിതി അന്വേഷണം പൂർത്തിയാക്കും മുൻപ് അവാർഡ് കൊടുക്കുന്നത് ശരിയല്ല. ഇങ്ങനെ പോയാൽ അടുത്ത വർഷം മറിയം റഷീദയ്ക്കും ഗോവിന്ദചാമിക്കും അമീറുൽ ഇസ്ലാമിനും അവാർഡ് കിട്ടിയേക്കുമെന്നും സെൻകുമാർ പരിഹസിച്ചു. ടി.പി. സെൻകുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി നമ്പിനാരായണനും രംഗത്തെത്തിയിരുന്നു. ടി.പി. സെൻകുമാർ ആരുടെ ഏജന്റാണെന്ന് അറിയില്ല. താൻ നൽകിയ നഷ്ടപരിഹാര കേസിൽ പ്രതിയാണ് സെൻകുമാർ എന്ന് നമ്പിനാരായണൻ പറഞ്ഞു. ചാരക്കേസ് കഴിഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ച കണ്ടെത്താനാണ് സുപ്രീം കോടതി സമിതി. കോടതി വിധി സെൻകുമാർ തെറ്റിദ്ധരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പരസ്പര വിരുദ്ധമാണ്. പരാതികൾ ഉണ്ടെങ്കിൽ സെൻകുമാർ കോടതിയിൽ പറയട്ടെ എന്നും നമ്പിനാരായണൻ പറഞ്ഞു. അതേസമയം ISRO ചാരക്കേസിൽ നിയമ പോരാട്ടം നടത്തുമെന്ന് മാലി സ്വദേശിനിയായ മറിയം റഷീദയ്ക്കൊപ്പം പ്രതി ചേർക്കപ്പെട്ട ഫൗസിയ ഹസൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നമ്പിനാരായണന് നീതി കിട്ടിയത് പ്രതീക്ഷ നൽകുന്നു. കേസിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടായിരുന്നു. ചാരക്കേസിന് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥനായ S. വിജയനാണെന്നും ഫൗസിയ ഹസൻ ആരോപിച്ചു. താനും മറിയം റഷീദയും ഇരകളാക്കപ്പെടുകയായിരുന്നു. തനിക്കും മറിയം റഷീദയ്ക്കും നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. രണ്ടുപേർക്കും കേരള സർക്കാർ നഷ്ടപരിഹാരം നൽകണം. ISRO ചാരക്കേസിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിയമ പോരാട്ടം നടത്തും. കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് നീതി കിട്ടിയതിൽ പ്രതീക്ഷയുണ്ടെന്നും ഫൗസിയ ഹസൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.